ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോകുമോ. അതായത് നിങ്ങളിപ്പോഴുള്ള സിറ്റുവേഷൻ എങ്ങനെയാണ്, നിങ്ങളുടെ എനർജി എന്താണ്, നിങ്ങളുടെ വ്യക്തിയുടെ എനർജി എന്താണ്, ഇനി ഇത് ഭാവിയിലേക്ക് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, പിന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനായിട്ടുള്ള ചാൻസുകളുണ്ടോ, അങ്ങനെ എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ഇത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനായിട്ടുള്ള എന്തെങ്കിലും പ്ലാനുകളോ കാര്യങ്ങളോ ഉണ്ടോ, എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, ഇതൊക്കെ നോക്കുന്നത്. ഈ റീഡിങ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. കാർഡുകൾ ഷഫിൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ നിങ്ങൾ പോസിറ്റീവായിട്ട് ഉണ്ടായിരുന്ന നിമിഷങ്ങൾ ഓർത്തിട്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആകാനായിട്ട് പരമാവധി ശ്രമിക്കുക. അപ്പം ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന റീഡിങ്സ്. കാർഡുകൾ 2 ഓഫ് വാൻഡ്സ്, 8 ഓഫ് പെൻറ്റക്കിൾ, ക്വീൻ ഓഫ് കപ്സ്, 4 ഓഫ് കപ്സ്, എയ്റ്റ് ഓഫ് സോഴ്സ്, 3 ഓഫ് വാൻഡ്സ്, 2 of swords, king of swords, 8 of cups, the chariot. ഇത്രയും കാർഡുകളാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അതുപോലെ നിങ്ങളുടെ എനർജി എന്താണ്, അപ്പോൾ നിങ്ങൾ ഈ വ്യക്തി ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇതാണ്. 2 ഓഫ് വാൻഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ 2 ഓഫ് വാൻഡ്സ് ഏതെങ്കിലും ഒരു ഇതിൽ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ആയതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാണിക്കുന്നു. അതായത് ഇപ്പോൾ നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾക്ക് നല്ല പവറുള്ള ഒരു വ്യക്തിയാണ്. ഇതൊരു അതായത് ഇപ്പം എന്താ പറയുന്ന ഒരു വ്യാപാരി ഇങ്ങനെ ആളുടെ കാര്യങ്ങൾ വ്യാപാരത്തിലെല്ലാം ഏർപ്പെട്ടിട്ട് ആളുടെ വ്യാപാരമോ ആടുകൾ അങ്ങനെ എന്തെങ്കിലും മർച്ചൻറ്റ് വ്യാപാരി അയാൾ എന്ത് ചെയ്യുന്നോ ആ ഒരു കിങ്ഡത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ആൾ വടി കാണിക്കുന്ന പവറിനെയാണ്. അപ്പോൾ നിങ്ങൾ നല്ലൊരു പവറുള്ള വ്യക്തിയാണ്, നിങ്ങളുടെ പേഴ്സണും അതുപോലെ തന്നെയാണ്. അതുപോലെ നിങ്ങളിപ്പോൾ ഒരു സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ടാണ് നിങ്ങളുടെ ഇത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ വ്യക്തി നല്ല ഒരു അധികാരമുള്ള വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കുറച്ചുകൂടി ഉയരാനായിട്ട് നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ഒരു ചാൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് പോകാനായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു മാരേജ് ഓർ എൻഗേജ്മെൻറ്റ് ഇതിലേക്കൊക്കെ പോകാനായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ഉള്ള സിറ്റുവേഷനിലൂടെ ചിലപ്പോൾ ആ ഒരു ഇതിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങളത് എൻഗേജിലേക്കോ അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ പോകണം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ പോകണമെന്നാണ് ഇവിടെ ഈ കാർഡ് പറയുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു ചെറിയ പേടിയൊക്കെ ഉള്ളതായിട്ട് കാണുന്നു. നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയാണ്, നെക്സ്റ്റ് ലെവലിലേക്ക് പോകണോ വേണ്ടയോ, അങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമോ, വീട്ടിൽ പറയണോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടെൻഷനുകളോടെ ഇങ്ങനെ പേടിയോടെ നോക്കി നിൽക്കുകയാണ്. നിങ്ങളൊരു കംഫോർട്ട് സോണിൽ നിന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ആ കംഫോർട്ട് സോണിൽ നിന്ന് ഇറങ്ങി വന്ന് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഗോൾ എന്താണോ, അതായത് ഈ റിലേഷൻഷിപ്പ് ഫുൾഫിൽ ആകാനാണെങ്കിൽ അത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗോളാണോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. ജനറൽ റീഡിംഗ് ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് പറയാനായിട്ട് പറ്റത്തില്ല. ആ ഒരു ഗോളിനായിട്ട് ഒരു ആക്ഷൻ എടുക്കുക.
എന്നുള്ളതാണ്. ഇങ്ങനെ നോക്കി നിൽക്കരുത്, ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് കാർഡ് എന്ന് പറഞ്ഞാൽ 8 ഓഫ് പെൻറ്റക്കിളാണ്. ഇവിടെ കാണുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ലോട്ട് ഓഫ് വർക്ക് നിങ്ങൾ നല്ല ഡെഡിക്കേഷൻ എടുത്തിട്ടുണ്ട്, അതോടെ കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് നിങ്ങൾ ഇങ്ങനെ ശരിയാണ്, നമ്മളെന്തെങ്കിലും നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സക്സസ്സാണ് സ്മൂത്ത് ഗോയിങ്, നൈസ്ലി ഗോയിങ് ആണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്തതിനുള്ള ഒരു പ്രതിഫലം നിങ്ങൾക്കിവിടെ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി വരുന്നത് ക്വീൻ ഓഫ് കപ്സ് കാണിക്കുന്നത് എല്ലാവർക്കും വേണ്ടതൊരു സ്നേഹമാണ്. അതായത് ഒരു അൺകണ്ടീഷണലി സ്നേഹമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങനെയുള്ളൊരു അൺകണ്ടീഷണൽ ലവാണ്. നിങ്ങളിപ്പോൾ ലവിലൂടെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഡീപ്പ് കണക്ഷൻ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്കൊരു ഡീപ്പ് കണക്ഷനുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ട്രസ്റ്റുള്ള ആളാണ്. അതുപോലെ ആൾക്കും തിരിച്ച് നല്ല ട്രസ്റ്റാണ്, അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അങ്ങനെയൊക്കെ ഉള്ളൊരു പാർട്ട്ണറെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഇതിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കിവിടെ 4 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. ഈ 4 ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻഡൻസി ടു പാസ്റ്റ്, അതായത് ഒരു ടെൻഡൻസി ഉണ്ട് ആൾക്ക് പാസ്റ്റ് മിസ്റ്റേക്കുകൾ ഓർക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അത് പാസ്റ്റ് റിലേഷൻഷിപ്പിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ലവ് ലൈഫിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു ഫീലിംഗ് ഉണ്ടാവുകയൊക്കെ ആൾക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആൾ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ സ്നേഹം കൊടുക്കുന്നുണ്ട്, ആൾക്ക് കിട്ടുന്നുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ആൾ പാസ്റ്റിനെ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് ഓൾറെഡി സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോകുന്നുണ്ട്. ചിലപ്പോൾ ആൾക്ക് പാസ്റ്റിലോ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം, അപ്പോൾ അതായിരുന്നു കുറച്ചും കൂടി നല്ലത് എന്നൊക്കെ ആളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആൾക്ക് വേറൊരു വശം കൂടി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടിയിരിക്കുന്നു. പിന്നെ 8 ഓഫ് കപ്സ്, ഇത് പവർഫുൾ കാർഡാണ്. നമുക്ക് ഈ ഉള്ള കാർഡുകൾ വെച്ചിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു കാർഡാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും പവർഫുള്ളായിട്ടുള്ള തോട്ട്സൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളാണിത്. അതായത് നിങ്ങൾ നല്ല ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഇപ്പോൾ പോകുന്ന പോലെ മുന്നോട്ട് പോകാനായിട്ട്, വീണ്ടും തുടർന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഉള്ളവരെ കുറിച്ചാണ് ഇത് നമ്മളിപ്പോൾ പറയുന്നത്. ഇനിയിപ്പോൾ ഇത് സിംഗിൾസ് ആയിട്ടുള്ള ആരെങ്കിലും ആണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അതേ വൈബുള്ള, നിങ്ങളുടെ അതേ സെയിം മൈൻഡ് സെറ്റുള്ള ഒരാളെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. റിലേഷൻഷിപ്പിൽ ഉള്ളവരാണെങ്കിൽ അവർ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഓൾറെഡി. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തവരാണെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. അതിനുശേഷം ഒരു പവർഫുൾ ചിന്തകളും കാര്യങ്ങളും ഒക്കെ വന്ന് എല്ലാത്തിനും ഒരു ക്ലാരിറ്റി വരുന്നു എന്നുള്ളതാണ്. ഇനി വരുന്നത് നമുക്ക് പറയാനായിട്ട് വരുന്നത് 3 ഓഫ് വാൻഡ്സ് ആണ്. 3 ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് കാർഡാണ്. അപ്പം നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ള. അപ്പം നമുക്കിവിടെ ഒരു പോസിറ്റീവ് കാർഡ് ഇട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും, ഇല്ല, ഒരിക്കലും ആൾ പോകത്തില്ല. ഒരു ഫ്യൂച്ചറിൽ ഒരു സക്സസ് ആയിരിക്കും. പക്ഷേ പല തടസ്സങ്ങളും ഉണ്ടാകും, ഡിലേ ആകാതിരിക്കാം, ഇതൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ഫ്യൂച്ചറിൽ അതൊരു സക്സസ് ആയിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയാം. അതായത് ഒരു മാരേജ്, എൻഗേജ്മെൻറ്റ് ഇതൊക്കെ ഉടനെ തന്നെ നടക്കാനായിട്ടുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. അതുപോലെ സിംഗിളായിട്ടുള്ളവർക്ക് ഒരു എസ് കിട്ടാനുള്ള ഒരു ചാൻസാണ് ഈ കാർഡ് കാണിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് 2 ഓഫ് സോഡ്സ് ആണ്. 2 ഓഫ് സോഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആൾക്കൊരു ഇടയിൽപ്പെട്ട അവസ്ഥ എന്ന് പറയും. ഇൻ ബിറ്റ്വീൻ 2 കാര്യങ്ങളുടെ ഇടയിൽപ്പെട്ട ഒരവസ്ഥയാണ്, ഒരു മാനസികാവസ്ഥയാണുള്ളത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓൾറെഡി നല്ല സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആളപ്പോഴും ഈ കയ്യാലമാട്ടിലിരിക്കുന്ന തേങ്ങ എന്ന് പറയുന്ന പോലെ പാസ്റ്റിലേക്ക് റിഗ്രറ്റ് ചെയ്തുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു സൈഡിൽ നല്ല രീതിയിൽ സ്മൂത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നുണ്ടെങ്കിലും പാസ്റ്റിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇങ്ങനെ പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്തിട്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള
അതായത് നിങ്ങൾ ചിലപ്പോൾ ആളോട് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കാം, ഇങ്ങനെ വഴക്കുകൾ ഉണ്ടാക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ആൾ വിചാരിക്കുന്നു ഇത് ശരിയാവുമോ ഇല്ലയോ, അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു മൈൻഡ് പോലെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ആൾ തന്നെ ഇങ്ങനെയുള്ളൊരു ചിന്തകളിലൂടെയും പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചൊരു ക്ഷമയും അതുപോലെ തന്നെ നിങ്ങളുടെ കൺട്രോളുകൾ, അതായത് നിങ്ങൾക്ക് എക്സ്പെക്റ്റേഷൻ കൺട്രോൾ ചെയ്യണമെന്ന് പറയും. അതായത് നിങ്ങളിപ്പോൾ ആളിങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കണം, ഇന്ന പോലെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ഗിഫ്റ്റ് കിട്ടണം, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് അത് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ വല്ലാതെ ഫൈറ്റ് ചെയ്യും. നിങ്ങൾ സ്നേഹമില്ല എന്ന് പറയുന്നില്ല, പക്ഷെ നിങ്ങൾ ഫൈറ്റ് ചെയ്യുകയും ഒച്ചുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ്, എക്സ്പെക്റ്റേഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യണം, മാനേജ് ചെയ്യണം. എല്ലാന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ എന്ന് പറയുന്ന ആൾ അപ്പുറത്തോട്ട് ചാടാനുള്ള ചാൻസ് ഉണ്ട്. അത് നമുക്കിവിടെ ഈ കാർഡിലൂടെ വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ്. അതുപോലെ തന്നെ കിങ് ഓഫ് സോഡ്സ്, ഈ ഒരു കാർഡ് നമ്മളിപ്പോൾ നോക്കുന്ന കാര്യം എന്ത് കാര്യമാണെങ്കിലും ഈ ഒരു കാര്യം പോസിറ്റീവ് സൈനാണ് നമുക്ക് നല്ലത്. യെസ്, നിങ്ങൾ ഒരിക്കലും വിട്ടു പോകില്ല എന്നുള്ള ഒരു സൈനാണ് തരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഈ കാർഡിൽ ടു ഓഫ് സോഡ്സിൽ പറഞ്ഞാലും നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ കുറേ കൺട്രോൾ ചെയ്യണം. അത് നിങ്ങളുടെ ആക്ഷൻ പോലെ ഇരിക്കും ഇവിടെ നമുക്ക് കിട്ടുന്ന റിയാക്ഷൻ. അതാണ് നമുക്കിതിൽ നിന്ന് പറയാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂട്രലി എന്നാണ് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മൾ ഈ കാർഡിൽ കണ്ട ഇൻ ബിറ്റ്വീൻ, ന്യൂട്രലി, രണ്ട് സെയിമാണ്. ഇൻ ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും നടുക്ക് നിൽക്കുന്നു. ന്യൂട്രലി എന്ന് പറഞ്ഞാൽ എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ്, അതായത് നിങ്ങളുടെ പേഴ്സണൽ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഇറിറ്റേഷൻസ്, പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കുറച്ചൊന്ന് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ പോകുന്ന പോലെ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഒരു ന്യൂട്രലിയാണ് ഇപ്പോൾ ഈ വ്യക്തിയുടെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൈൻഡ് നിൽക്കുന്നത്. ഇനി പറയുന്നത് ഈ കാർഡ് അതുപോലെ തന്നെ പറയുന്നു, നിങ്ങളുടെ ആക്ഷൻ എന്താണോ അത് നിങ്ങളുടെ വിധിയെ തീരുമാനിക്കുന്നു. അതാണ് ഈ കാർഡ് പറയുന്നത്. കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ കർമ്മഫലം നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കുന്നോ അത് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങൾ ഇപ്പോൾ എന്താ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ആദ്യത്തെ കാർഡിൽ പറഞ്ഞു, അതൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ് നമുക്ക് പറയാം. പിന്നെ 8 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാലും ഇതൊരു പോസിറ്റീവ് കാർഡാണ്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ഹാർഡർ ചോയ്സാണ്. അതുപോലെ തന്നെ ഇതിൽ തുടർന്ന് പോകുന്നതിനും വളരെ പണിപ്പെടേണ്ടി വരും. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ നല്ലതായിട്ട്, അതായത് 8 ഓഫ് കപ്സ് നമ്മൾ പറഞ്ഞില്ലായിരുന്നു. 8 ഓഫ് കപ്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞാണ് നല്ല 8 ഓഫ് പെൻറ്റക്കിൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞാണ് നല്ല ഹാർഡ് വർക്ക് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നല്ല ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, നല്ല പണിയെടുക്കേണ്ടി വരും. അതായത് മെൻ്റലി, ഫിസിക്കലി എല്ലാ രീതിയിലും നല്ല ഒരു ഹാർഡ് വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സക്സസ് കിട്ടുന്നതാണ്. അതിന് ലാസ്റ്റ് ആൻഡ് ഫൈനലി നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറഞ്ഞാൽ ഇത് ചാരിയോട്ടാണ്. ഇതും ഒരു പോസിറ്റീവ് കാർഡാണ്, എസ് കാർഡാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ വ്യക്തി എന്നും ഉണ്ടാകും എന്നാണ് നമ്മൾ ഈ കാർഡിലൂടെ സൂചിപ്പിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ടേക്ക് കൺട്രോൾ ഓഫ് ലവ് ലൈഫ്. ലവ് ലൈഫിൽ കുറച്ച് കൺട്രോളുകൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റീസ് കൊടുക്കേണ്ടത് കമ്മ്യൂണിക്കേഷൻ, വ്യക്തമായ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കേണ്ടടുത്ത് ഗിഫ്റ്റ് കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ സാധനങ്ങൾ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്താണോ കിട്ടണമെന്ന് ആൾ പ്രതീക്ഷിക്കുന്നത് അതൊക്കെ കൊടുത്തങ്ങ് ഇതാക്കുക. ആൻഡ് ഹെൽത്തി ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. അതാണ് നമുക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത്. എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞ് കാൽക്കീഴി കിടക്കരുത്. ഹെൽത്തി ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. ഇതാണ്. പിന്നെ ഇനി ഈ റീഡിങ് നമ്മൾ ടോട്ടലി മൊത്തത്തിൽ നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ അവർക്ക് ചില ചാഞ്ചാട്ടങ്ങളുണ്ട്. അത് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇമോഷണൽ ഡ്രാമ കൊണ്ടായിരിക്കാം,
അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചില ചാഞ്ചാട്ടങ്ങൾ ബിറ്റ്വീൻ. അതുപോലെ തന്നെ നമ്മളിവിടെ ഓൾറെഡി കണ്ടു. ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുവാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല ഈ റിലേഷൻഷിപ്പിൽ. അതുപോലെ തന്നെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം, നല്ല എക്സ്പെക്റ്റേഷൻസ് കൺട്രോൾ ചെയ്യണം. അങ്ങനെ ഒരു മിതത്വം കാണിക്കുക എല്ലാ കാര്യത്തിലും ഈ റിലേഷൻഷിപ്പിൽ. ജസ്റ്റ് ഒന്ന് സെറ്റായി വരിക. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ സ്മൂത്തിലാണ് പോകുന്നതെന്ന് നിങ്ങൾ വിചാരിച്ച് വെച്ചിരിക്കുന്നതെങ്കിലും ഓപ്പോസിറ്റ് സൈഡിൽ ഈ വ്യക്തി പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, പാസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ പല കാര്യങ്ങളും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഒരു സൈഡിൽ നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും പോകുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ എല്ലാവർക്കും റീഡിങ് ഇഷ്ടമായി റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.